പഞ്ചായത്തിൽ ഗ്രാമകോടതി ഉണ്ടായിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ പരാതി രഹിത പഞ്ചായത്ത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളും അങ്ങനെ ആക്കണം. നിങ്ങൾ രമ്യതയിൽ കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരെ രമ്യതയിലെ കൊണ്ടുപോകും. വലിയ പ്രശ്നങ്ങളിലേക്കും കോടതികളിലേക്കും വലിച്ചഴക്കാതെ ഇല്ലാതെ നമുക്ക് മീഡിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കിപ്പോൾ അറിയാം, ഈ ഷൈനി എന്ന് പറഞ്ഞ ഒരാൾ മരണപ്പെടുമ്പോൾ ലീഗലി അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാൻ ആരുമില്ലാതെ വന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഞങ്ങളിപ്പം പെട്ടെന്ന് വന്ന് ഈ സ്നേഹസ്പർശം എന്ന സ്ഥാപനത്തിൽ വന്നുമ്പോഴാണ് ഇവരെ അല്ലാതെ കണ്ടുമുട്ടുകയാണ്. എന്തായാലും ധാരാളം പെൺകുട്ടികൾ, ധാരാളം സ്ത്രീകൾ ഇതേപോലെ ഷൈനി അനുഭവിച്ചതുപോലെ, ജിസ്മോൾ അനുഭവിച്ചതുപോലെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടണം. അവർ നിങ്ങൾക്ക് നിയമസഹായങ്ങൾ ചെയ്യും. കാരണം അവരെ കൊണ്ട് കഴിയാവുന്ന അത്രയും അവർ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടല്ല, നമ്മൾ കുറച്ച് സംയമനത്തോടെ കാര്യങ്ങളെ കാണാനും ഒക്കെ നമ്മൾ തയ്യാറെടുക്കണം. നമുക്ക് ഒരാൾക്ക് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു നിമിഷത്തെ തീരുമാനത്തിൽ ആത്മഹത്യയിലേക്ക് കടക്കാം, 2 കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് പോകാം, അവരുടെയും ജീവിതം നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന ദുഃഖം നമ്മൾ വാരി വിതറുന്നത് ആരിലൊക്കെയാണെന്നറിയില്ല. അവരുടെ അച്ഛൻ, അമ്മ, അവരെ സ്നേഹിക്കുന്ന 100 കണക്കിന് ആൾക്കാർ, ഇവരിലേക്കൊക്കെ ഈ ദുഃഖം നമ്മൾ വാരി വിതറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരാതെ, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും ഇവരെ ബന്ധപ്പെടണം. നിങ്ങൾക്ക് അവർ പരിഹാരം ഉണ്ടാക്കി തരും. നിങ്ങൾക്ക് കയറെടുക്കാനോ റെയിൽവേ ട്രാക്കിൽ കയറി നിൽക്കാനോ ആറ്റിച്ചാടാനോ ഒന്നും അവസരം ഇല്ല. നിങ്ങൾക്ക് ജീവിക്കാൻ ഈ ലോകത്ത് അവസരമുണ്ട്. അതിന് ആണ് ലീഗൽ അതോറിറ്റി ആൾക്കാർ, ലീഗൽ സർവീസ് അതോറിറ്റി നിലകൊള്ളുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളെ സർവീസ് എന്ന് പറഞ്ഞാൽ പാവങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ട നിയമസഹായം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നത് തന്നെ 9ാം വാർഡിൽ നിരാലംബരായി കിടക്കുന്ന കുറേ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ, അത് എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് തള്ളാൻ ഞങ്ങൾ കൊടുക്കത്തില്ല. അവർക്ക് വേണ്ട സുഖ സൗകര്യങ്ങൾ എല്ലാം നൽകുന്ന ഒരു സ്ഥാപനത്തിൽ അവരെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിന് വേണ്ടിയിട്ടാണ് ഞാനിന്നിവിടെ ഇപ്പോൾ വന്നത്. കാരണം അവരെ കിടക്കുന്ന റൂം എനിക്കൊന്ന് കാണണം. ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും കണ്ട് കഴിഞ്ഞ് പോയതാണ്. പക്ഷേ അവർ കിടക്കുന്ന റൂമും കൂടെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയത്. എൻ്റെ പേര് അനജ. ഞാൻ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 13 വർഷമായി. നല്ല സാറ്റിസ്ഫൈഡാണ്. കാരണം പാവങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ കഴിയുന്നല്ലോ എന്നുള്ളൊരു സന്തോഷം. പിന്നെ ഇതേപോലെ തന്നെ ഈ അമ്മമാർ ആരുമില്ലാത്തവർ അവരെ വന്ന് കാണുമ്പോഴും അവരെ നമ്മൾ അമ്മ എന്ന് വിളിക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന സന്തോഷം, അത് നമുക്ക് നല്ലൊരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയുള്ളവർ ആരുണ്ടെങ്കിലും നമ്മളെ വിളിച്ചാൽ നമ്മളെ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് എന്ത് സഹായവും ചെയ്തു കൊടുക്കും. അഫാൻ്റെ അമ്മയെ കണ്ടപ്പോൾ എന്തോ തോന്നിയെന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചാണ്. അഫാൻ്റെ അമ്മയെ കണ്ടപ്പം അവർക്ക് മാനസികമായിട്ട് ചെറിയ പ്രശ്നങ്ങളുള്ളത് പോലൊക്കെ തോന്നി. എന്നാലും അവർക്ക് മകനെ കാണണം, മകനുമായിട്ട് സഹകരിച്ച് കഴിയണം, സ്നേഹിക്കണം എന്നൊക്കെയാണ് അവരുടെ മനസ്സിലെ ഉദ്ദേശം. മരിച്ചുപോയ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് വലിയ വിഷമമൊന്നും തോന്നുന്നില്ല. അവരുടെ മകനെ കാണണം എന്നുള്ള വിഷമമേ ഉള്ളൂ. അതൊക്കെയാണ് ഞാൻ കണ്ടത്. പിന്നെ ശാരീരികമായിട്ട് അവർക്ക് ഞാൻ വന്ന് കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞ് അന്നേരത്തിന് ശരിയായി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവർ നല്ല ആരോഗ്യവതിയായിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ കണ്ടത്. പിന്നെ ഈ ഇടയ്ക്കാണ് അവരിവിടുന്ന് പോയത്. ഈ ഒരു സംഭവത്തെ അമ്മ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇപ്പം അമ്മയെ നമുക്കും പിള്ളേരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അമ്മ ഇതിനെപ്പറ്റി നോക്കി കാണുന്നത്? പക്ഷേ അമ്മമാരങ്ങനെ മക്കളെ വെച്ച് ചെയ്യിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എങ്ങനെയാണ് ചെയ്തതെന്ന് ഇപ്പോൾ അവനെ അറിയാവും എന്താണ് കാര്യമെന്ന്. പക്ഷേ ഈ അമ്മ അവൻ്റെ ഭാഗത്തോടാണ് ചാഞ്ഞ് നിൽക്കുന്നത്, ഭാഗത്തോട്ട്. അപ്പം അമ്മയും മോനും ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് ഏതൊരമ്മയും സഹിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ പെറ്റ് വളർത്തിയ മക്കളാണോ ഇങ്ങനെ ചെയ്തത് നമ്മൾ ഒരിക്കലും അത് അംഗീകരിക്കില്ല. പിന്നെ എന്താണെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ വിഷയം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പം വിഷമമുണ്ട്. ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ മോനിൽ നിന്നും
മുൻ കാലങ്ങളിൽ ഇവർ ഒന്നും ഇതിനെപ്പറ്റി കണ്ടുപിടിക്കുകയോ ഇവൻ്റെ സ്വഭാവത്തെ പറ്റി അറിയുകയോ ഒന്നുമേ ഇവർ ചെയ്തിട്ടില്ലയോ. അതിൽ ഒരു സംശയമുണ്ട്, എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്നൊക്കെയുള്ള സംശയം എനിക്കുണ്ട്. എന്തെങ്കിലും ദുരൂഹത തോന്നിയിട്ടുണ്ടോ? ദുരൂഹതയല്ല, ഇവർ തമ്മിൽ എന്തോ ഉണ്ട്. ഈ അമ്മയും മോനുമായിട്ട് എന്തോ ഒരു കള്ളക്കളി ഉള്ളതുപോലെയൊക്കെ ഉള്ള തോന്നലും ഉണ്ട്. ഇവര് ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാൻ ഇരുന്നതാണ്. അപ്പോൾ ഇത് ആത്മഹത്യ ചെയ്യുമ്പോൾ അത് ഖുർആനകത്ത് പറഞ്ഞിട്ടില്ല ആത്മഹത്യ ചെയ്യാൻ. അപ്പൊ അത് അന്ന് പറഞ്ഞുകൊണ്ടാണ് മോനിത് എല്ലാവരെയും കൊല്ലാൻ എത്തിയിരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ, അങ്ങനെ ആണെന്നാണ് അറിഞ്ഞത്. അപ്പൊ ഈ അമ്മയുടെ സംഭവത്തോടു കൂടിയാണ് ഇതെല്ലാം നടത്തിയിരിക്കുന്നത്. ഇത് രാത്രിയിലൊക്കെ അല്ലേ ഇവർ യാത്ര ചെയ്യുന്നത്, പകലൊന്നും ഇവർ യാത്ര ചെയ്യുന്നില്ല എന്ന് പറയുന്നു. രാത്രിയിലാണ് ഇവർ രണ്ടുപേരും പോകുന്നതും വരുന്നതും ഒക്കെ. അതിലെന്തോ ഒരു സംശയം തോന്നുമല്ല. ഇപ്പൊ കിളിമാനൂരുള്ള സഹോദരിയെ വിളിച്ചിട്ട് 50,000 രൂപ തന്നിലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ആ ദിവസം തന്നെ അമ്മ, അപ്പൊ അമ്മയോട് അറിഞ്ഞിട്ടായിരിക്കും കൊലപാതകം ഒക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അമ്മ ഇപ്പൊ ഈ സൈഡ് നിൽക്കുന്നത് അല്ലേ? ചിലപ്പം ആ ഭർത്താവിന്റെ ആൾക്കാരെ കുറിച്ച് അവർക്ക് അവരോട് ദേഷ്യം തന്നെയാണ്. അവരുടെ സംസാരത്തിലും ഈ പെരുമാറിയതനുസരിച്ച്, ഈ ചെയ്തതനുസരിച്ച് പൈസ തിരിച്ചു ചോദിച്ചപ്പം ദേഷ്യം വരികയും അവരൊക്കെ ചത്തെങ്കിൽ അല്ലെങ്കിൽ കൊന്നെങ്കിൽ എന്നൊക്കെ ഉള്ള ഒരു സംസാരം ഇവർ തമ്മിൽ നടത്തി കാണണമെന്നാണ് തോന്നുന്നത്. അത് അങ്ങനല്ലേ അവന് പിന്നെ അത് ചെയ്തത് ചെന്ന്. അമ്മയ്ക്കൊരു വിഷമം ഉള്ളതായിട്ട് തോന്നിയില്ലല്ലേ? അമ്മയ്ക്കൊരു സങ്കടമായിട്ട് എനിക്ക് അവർക്ക് വിഷമമൊന്നല്ല, ഇവ പൈസ ഇല്ലാതെ വന്നപ്പോൾ തിരിച്ചു കൊടുക്കാനും നിവൃത്തിയില്ല. അപ്പോൾ ഈ ഭർത്താവിൻ്റെ ആൾക്കാർ കുറേയൊക്കെ കൊടുത്തെന്നും പറയുന്നു, ഇനിയും വേണമെന്നും പറഞ്ഞ് ഇവർ ചെല്ലുകയാണ്. അപ്പോൾ ഇവർക്ക് കൊടുക്കാതെ വന്നപ്പോൾ അവരോടൊക്കെ ദേഷ്യം തോന്നി. അങ്ങനെ എങ്ങനെ ആയിരിക്കണമെന്നാണ് തോന്നുന്നത്. അല്ല, നിങ്ങളുടെ മോളപ്പം ചെയ്യുന്ന വലിയൊരു കർമ്മമാണ്. അവളെ ഞാൻ BSc നഴ്സിംഗ് പഠിപ്പിച്ചതാണ്. ഇപ്പൊ UK എവിടെ പോയി ജോലി ചെയ്യുന്നൊക്കെ ഉദ്ദേശിച്ചാ പഠിപ്പിച്ചത് അല്ലേ? ഇവളിപ്പോ ഇങ്ങനെ ആയിപ്പോയി. ഇപ്പൊ നമുക്കും വിഷമമുണ്ട്. ഒരു നേരം ഒരു സമാധാന സ്വസ്ഥതയില്ല ഇവരെ കാരണം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അത്ര മാനസികമായിട്ട് ഇത്രയും മാനസിക രോഗികളുടെ അകത്ത് കഴിയുക, നമുക്ക് ഒരാളെ പോറ്റാൻ കഴിയുന്നില്ല. അപ്പൊ ഇത്രയും പേരാകുമ്പോൾ അവൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവള് തകർന്നുകൊണ്ടാണിരിക്കുന്നത്. ഏതായാലും ഒരു വലിയൊരു പുണ്യ പ്രവൃത്തിയാണ്. ധാരാളം ജനങ്ങളുടെ കയ്യിൽ നിന്ന് മോൾക്ക് പിന്തുണ കിട്ടട്ടെ കേട്ടോ. തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും വരും. പുതിയ ബിൽഡിങ്ങുകൾ വെക്കുമ്പോൾ ഞങ്ങൾ അതിനകത്ത് വേണ്ട കാര്യങ്ങൾ പറയാം, ഞങ്ങളുടെ ചാനലിൽ കൊടുക്കാം, നമ്പർ കൊടുക്കാം കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. 30,000 രൂപ തന്നെ വാടക കൊടുക്കണം. പിന്നെ അവരുടെ മറ്റു കാര്യങ്ങൾ ചില ആൾക്കാരൊക്കെ സഹായിക്കും കുറേശ്ശെ. അതുകൊണ്ടൊന്നും പോരല്ല, ഒരു ബിൽഡിംഗ് വേണ്ടേ. ഒരു മോളെ നഴ്സിംഗിന് വിടുമ്പോ വലിയ പ്രതീക്ഷയായിരുന്നു. UK-ലോ കാനഡയിലോ ഒക്കെ പോയി നമ്മൾ രക്ഷപ്പെടാറുണ്ട്. പക്ഷെ ഇത് മറ്റുള്ളവർക്കാണ് അവൾ ഉപകരിക്കുന്നത്. അത് കണ്ട് സന്തോഷിച്ചാട്ടെ, ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലാരും കൂടെ ഉണ്ടാവും, ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും. ഇത്രയും പേരുടെ പ്രാർത്ഥനയില്ലേ? പിന്നെ ദൈവം വിടത്തില്ല, ദൈവത്തിൽ നിന്നൊരു ഫലം ഉണ്ടാവുമല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.